അസ്സലാമു അലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ഇതിനായിട്ട് ഡ്രൈ ആയിട്ടുള്ള ഒരു മിക്സിംഗ് ബൗളിലേക്ക് 250 ml കപ്പിന് 1/2 കപ്പ് നല്ല കട്ടിയുള്ള തൈര് ഒഴിച്ചു കൊടുക്കുക. അപ്പൊ തൈര് എടുക്കുമ്പോൾ അധികം പുളിപ്പില്ലാത്ത നല്ല കട്ടിയുള്ള തൈര് എടുക്കുക. കുറച്ച് ലൂസായിട്ടുള്ള തൈരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചായക്കരിക്കുന്ന അരിപ്പിലിട്ട് കുറച്ച് സമയം വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ വെള്ളമൊക്കെ മാറി നല്ലതുപോലെ കട്ടിയായി കിട്ടും. എന്നിട്ട് ഇതുപോലെ ഒരു വിസ്ക് വെച്ചോ അല്ലെങ്കിൽ ഒരു തടിത്തവി വെച്ചോ ഇതിന്റെ കട്ടകളെല്ലാം ഉടച്ചെടുക്കുക. അപ്പോൾ കട്ടകളെല്ലാം ഉടച്ച് തൈര് നല്ല സ്മൂത്ത് ആക്കിയതായി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എത്രയാണോ നമ്മൾ തൈര് എടുത്തിട്ടുള്ളത് അതേ കപ്പിന്റെ അളവിൽ തന്നെ 1/2 കപ്പ് തിളപ്പിച്ചാറിയ പാലും കൂടി ഒഴിച്ചു കൊടുക്കാം. ഫ്രിഡ്ജിലൊക്കെ ഇരിക്കുന്ന പാലാണെന്നുണ്ടെങ്കിൽ അതിന്റെ തണുപ്പൊക്കെ മാറി റൂം ടെമ്പറേച്ചറിലായിട്ട് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അല്ലെങ്കിൽ തിളപ്പിച്ചിട്ട് അതിന്റെ ചൂട് മാറിയിട്ട് എടുക്കാം. ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ അളവ് കപ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ ചായക്ക കുടിക്കുന്ന അല്ലെങ്കിൽ വെള്ളം കുടിക്കുന്ന ഗ്ലാസിൻ്റെ അളവിൽ എല്ലാം അളന്നെടുത്താൽ മതി. ഇനി ഇതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് ഒരു 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇതൊരു നോർമൽ മധുരമാണ്. കുറച്ചും കൂടെ നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി എടുക്കുക. ഇനി പഞ്ചസാര വേണമെന്നുണ്ടെങ്കിൽ പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഞാൻ പൊടിക്കാതെയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മിക്സിയിൽ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചിട്ട് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതാ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പഞ്ചസാര എല്ലാം നല്ലതുപോലെ അലിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ തൈര് ഇഷ്ടമില്ലാത്തവർക്ക് തൈരിന് പകരമായിട്ട് 2 കോഴിമുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. കോഴിമുട്ട എടുക്കുന്ന സമയത്ത് ഫ്രിഡ്ജിലിരിക്കുന്ന കോഴിമുട്ടയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ തണുപ്പൊക്കെ മാറി റൂം ടെമ്പറേച്ചറിലായിട്ട് വേണം മുട്ട എടുക്കാൻ. എല്ലാവർക്കും മുട്ട ഇഷ്ടമല്ല, അതുകൊണ്ടാണ് തൈര് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നെയ്യാണ്. ബട്ടറോ എണ്ണയോ ഒന്നും അല്ല. നെയ്യ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. അപ്പോൾ 2 ടേബിൾ സ്പൂൺ നെയ്താ ചേർത്ത് കൊടുത്തു. നെയ്യിന് പകരമായിട്ട് നെയ്യിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഒരു 1/4 കപ്പ് എണ്ണ ചേർത്ത് കൊടുത്താലും മതി. വെളിച്ചെണ്ണ ഒഴിച്ച് ബാക്കി ഏതെണ്ണയും എടുക്കാവുന്നതാണ്. വെളിച്ചെണ്ണ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വെളിച്ചെണ്ണയുടെ ഒരു ഫ്ലേവർ ആയിരിക്കും മുന്നിട്ട് നിൽക്കുന്നത്. അതുകൊണ്ടാണ് വെളിച്ചെണ്ണ എടുക്കാതെ ബാക്കി ഏതെങ്കിലും എണ്ണ എടുക്കാൻ പറയുന്നത്. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിന് പകരം ബട്ടർ വേണമെന്നുണ്ടെങ്കിലും എടുക്കാം. ബട്ടർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും ഫ്രിഡ്ജിൽ നിന്ന് നേരിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കരുത്. അത് റൂം ടെമ്പറേച്ചറിലായി ബട്ടർ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വേണം ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാൻ. അതും ഒരു 2 ടേബിൾ സ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നെയ്യും കൂടെ ചേർത്ത് ജസ്റ്റ് ഒന്ന് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു സമയം കൊണ്ട് അടികട്ടിയുള്ള ഒരു സ്റ്റീലിൻ്റെ പാത്രം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. സ്റ്റീലിൻ്റെ പാത്രം വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഏതെങ്കിലും ഒരു പാത്രം, അടികട്ടിയുള്ള ഒരു പാത്രം ചൂടാക്കാൻ വെക്കുക. മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കുക. എന്നിട്ട് കുറച്ച് ഉപ്പ് ഇതിലേക്ക് അങ്ങ് എത്തിയിട്ട് കൊടുക്കുക. ഭാഗത്തും ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക. പെട്ടെന്ന് കേക്ക് ബേക്കായി കിട്ടുകയും ചെയ്യും. പാത്രം ഒന്നും പെട്ടെന്ന് ചീത്താവുകയില്ല. അപ്പോൾ അതിനാണ് ഉപ്പ് ചേർത്ത് കൊടുത്തത്. ഇനി ഇത് മൂടി വെച്ച് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്തെടുക്കാം. ഇനി ഒരു അരിപ്പ ഈ ബൗളിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുത്തിട്ട് 250 ml കപ്പിന് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. മൈദയ്ക്ക് പകരം ഗോതമ്പ് പൊടിയും എടുക്കാവുന്നതാണ്. ഇപ്പോൾ ഗ്ലാസ്സിലാണെന്നുണ്ടെങ്കിൽ 1 ഗ്ലാസ് മൈദ അളന്നെടുക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കാം. ബേക്കിംഗ് സോഡ എന്ന് പറഞ്ഞാൽ അപ്പത്തിനൊക്കെ ഉപയോഗിക്കുന്ന അപ്പക്കാരോടെ സോഡാപ്പൊടി. മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 2 നുള്ളു ഉപ്പും കൂടെ ചേർത്തിട്ട് വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. ഒന്ന് അരിച്ച് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. ചെറിയ ചെറിയ കട്ടകൾ പോലെ കിടക്കുന്നത് ഇതുപോലെ ഒരു സ്പൂൺ വെച്ചിട്ട് ഇതാക്കി കൊടുക്കുമ്പോൾ എല്ലാ മാവും ഇതിലങ്ങ് വീണോളും. പിന്നെ ഇത് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഇതുപോലെ ഒരേ ഡയറക്ഷനിൽ മെല്ലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ കട്ടകളൊന്നും ഇല്ലാതെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. പക്ഷെ കുറച്ച് കട്ടിക്കാണ് ഇരിക്കുന്നത്. ഇതിൽ കുറച്ച് നമുക്ക് തിളപ്പിച്ചാറിയ പാല് ഒഴിച്ചു കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എടുക്കുന്ന ഓരോ മൈദയ്ക്കനുസരിച്ച് പാലിൻ്റെ അളവിനും വ്യത്യാസം ഉണ്ടാവും. മെല്ലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്തെടുത്തു. കുറച്ചും കൂടെ പാൽ ഒഴിച്ചു കൊടുക്കുക. അപ്പം ഒരുമിച്ച് പാലൊഴിക്കാതെ കുറച്ചായിട്ട് പാലൊഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുക. ടേബിൾ സ്പൂൺ പാലും കൂടി ഒഴിച്ചു കൊടുക്കാം. ഒരു 1/4 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു രീതിക്കാണ് നമ്മുടെ ബാറ്റർ റെഡിയാക്കി എടുക്കാൻ. ഇതുപോലെ റിബൺ ടൈപ്പിൽ ഇതുപോലെ ഒഴുകി പോകുന്ന രീതിയിൽ ബാറ്റർ റെഡിയാക്കി എടുക്കുക. ഒരുമിച്ച് പാലൊഴിക്കാതെ കുറച്ചായിട്ട് പാലൊഴിച്ച് ഈ ഒരു പരുവത്തിന് റെഡിയാക്കി എടുക്കുക. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് ചെറിയൊരു നാരങ്ങയുടെ ഒരു പകുതി നാരങ്ങ ഇതിലേക്ക് അങ്ങ് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കാം. അതിൻ്റെ കുരുവൊക്കെ മാറ്റിയിട്ട് വേണം ഇതിലേക്ക് അങ്ങ് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കാൻ. 1 ടീസ്പൂൺ നാരങ്ങ നീരെടുത്താൽ മതിയാവും. വീണ്ടും ഒന്ന് മിക്സ് ചെയ്യാം.
അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നാരങ്ങ നീരും കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് വാനില എസൻസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. പിന്നെ വാനില എസൻസ് ഇല്ലാന്നുണ്ടെങ്കിൽ ഏലക്കാപ്പൊടി 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാവുന്നതാണ്. പഞ്ചസാരയും കൂട്ടി ചേർത്ത് പൊടിച്ച ഏലക്കപ്പൊടിയാണെന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി. നന്നായിട്ട് ഇതുപോലെ ഒന്ന് മെല്ലെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിക്ക് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു രീതിക്ക് വേണം ബാറ്റർ റെഡിയാക്കി എടുക്കാൻ. നമ്മൾ ഇതുപോലെ ഒഴിക്കുന്ന സമയത്ത് ഇതുപോലെ റിബൺ പോലെ ആയി കിട്ടണം. ഇതുപോലെ ഒഴുകുന്ന രീതി ആയിരിക്കണം. ഇനി നമ്മൾ കേക്ക് തയ്യാറാക്കാൻ പോകുന്നത് ഇതുപോലത്തെ ഒരു കേക്ക് ടിന്നിലാണ്. കേക്ക് ടിന്ന് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഏതെങ്കിലും ഒരു പാത്രം എടുത്താൽ മതി. ഇതിൻ്റെ ഉള്ളിൽ ഞാൻ നെയ്യ് തടവിയതിന് ശേഷം ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്കാണ് നമ്മൾ തയ്യാറാക്കിയ ബാറ്റർ ഒഴിച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക. എയർ ബബിൾസ് ഒക്കെ പോയി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. ഇതുപോലെ ഒന്ന് ആക്കിയതിന് ശേഷം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഒരു ടൂത്ത് പിക്ക് വെച്ചോ ഒരു കത്തി വെച്ചോ ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക. ഇനി ഒന്ന് ടാപ്പ് ചെയ്യാം. അപ്പോൾ ഇതിന് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാം, ട്യൂട്ടി ഫ്രൂട്ടി ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതൊന്നും ചേർക്കാതെ വെറും പ്ലെയിൻ ആയിട്ടാണ് തയ്യാറാക്കി എടുക്കുന്നത്. പെട്ടെന്ന് സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കേക്കാണ്. ഈ പാത്രം ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ട് ഒരു 5 മിനിറ്റായി. നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ ബാറ്റർ അങ്ങ് ഇറക്കി വെച്ച് കൊടുക്കാം. ഇനി മൂടി വെച്ചിട്ട് ഇതൊന്ന് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ കേക്ക് ബേക്ക് ചെയ്യാൻ വെച്ചിട്ട് ഒരു 30 മിനിറ്റായി. ഇനി തുറന്ന് നോക്കാം. കേക്ക് ബേക്കായോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു കത്തി ഉണ്ടോ അല്ലെങ്കിൽ ഒരു ടൂത്ത് പിക്ക് വെച്ചോ ഒന്ന് കുത്തി നോക്കാം. അപ്പോൾ അതാ കത്തിയിലൊന്നും മാവ് ഒട്ടിപ്പിടിച്ചിട്ടില്ല. അപ്പോൾ കേക്ക് ബേക്കായിട്ടുണ്ട്. അപ്പോൾ ഒട്ടിപ്പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും കുറച്ച് സമയം കൂടി മൂടി വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാം. ഇത് ചൂടല്ലേ, അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് പുറത്തെടുത്ത് ചൂട് മാറാൻ വേണ്ടി മാറ്റി വയ്ക്കാം. കേക്ക് ടിന്ന് മെല്ലെ ഒന്ന് എടുത്ത് മാറ്റാം. അപ്പോൾ ഇത് നോക്കുന്ന സമയത്ത് പാത്രം ഒന്നും ഒട്ടും അടിക്കൊന്നും പിടിച്ചിട്ടില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ട് കേക്ക് ബേക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. ബാക്കി വരുന്ന ഉപ്പ് കളയേണ്ട ആവശ്യമൊന്നുമില്ല. കണ്ടില്ലേ, ഒട്ടും അടിക്കൊന്നും പിടിച്ചിട്ടില്ല. അപ്പോൾ പാത്രം ഒന്നും അടിക്കി പിടിക്കാതെ നല്ല ക്ലിയർ ആയിട്ട് തന്നെ ഇരിപ്പുണ്ട്. കളറൊന്നും മാറിയിട്ടില്ല. ബാക്കി വരുന്ന ഉപ്പ് നമുക്ക് കളയേണ്ട ആവശ്യമില്ല. വീണ്ടും കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കാവുന്നതാണ്. കേക്കിന്റെ ചൂട് ജസ്റ്റ് ഒന്ന് മാറിയിട്ടുണ്ട്. വിടിയിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് സൈഡൊക്കെ വിട്ട് വന്നിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതൊന്ന് മെല്ലെ തുറന്ന് നോക്കാം. നല്ല അടിപൊളിയായിട്ട് ഇതാ വന്നിട്ടുണ്ട്. ഇനി ഇതിന്റെ മുകളിലുള്ള ബട്ടർ പേപ്പർ അങ്ങ് എടുത്ത് മാറ്റാം. ഇനി വീണ്ടും ഇത് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. കണ്ടില്ലേ, നല്ല പഞ്ഞി പോലെ ഇതാ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഈ കേക്ക് ഇരിക്കുന്നത്. തൊടുപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്കൊന്ന് കട്ട് ചെയ്യാം. ഇഷ്ടമുള്ള ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. കത്തി തൊടുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഈ കേക്ക് ഇരിക്കുന്നത്. ഇനി കട്ട് ചെയ്ത പീസ് അങ്ങ് എടുക്കാം. അപ്പോൾ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ചൂടുണ്ട്, ചൂട് മാറിയിട്ട് വേണം നിങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട്. പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീട്ടിൽ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കേക്കാണ്. നമുക്ക് ഓവനൊന്നും ആവശ്യമില്ല. കേക്ക് ബേക്ക് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്കും ഗസ്റ്റൊക്കെ വരുമ്പോഴും പെട്ടെന്ന് റെഡിയാക്കി എടുക്കാനും പറ്റും. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതുപോലെ ഒരു പ്രാവശ്യം ഈ കേക്ക് റെഡിയാക്കി നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്